what number added to 1 gives its own square? ഏത് സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാലാണ് സംഖ്യയുടെ വർഗ്ഗം കിട്ടുക? അതായത് ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് ആ സംഖ്യയുടെ വർഗ്ഗം കിട്ടും, സ്ക്വയർ കിട്ടും. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ സംഖ്യ നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എടുക്കാം. അപ്പൊ അതിലോട്ട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് ഈ സംഖ്യയുടെ സ്ക്വയർ കിട്ടണം. ഈ സംഖ്യയുടെ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക, 1നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പൊ പ്ലസുകളൊക്കെ എന്താവും? മൈനസ് ആവും. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. വാല്യൂ കൊടുത്തു. ആദ്യം ഫസ്റ്റത്തെ മൈനസ് കൊടുത്തു, മൈനസ്. ഇനി ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള സംഖ്യ -1 ആണ്. അപ്പൊ -1 പ്ലസ് ഓർ മൈനസ് -1ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ അത് 1 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സംഖ്യ, അത് -1 ആണ്. ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. ഓക്കെ, രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ 1. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസ് ഗുണിക്കുമ്പോൾ എന്താവും? പ്ലസ് ആവും. 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 1 4, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2. ദെൻ 4 പ്ലസ് 1 റൂട്ട് 5 കിട്ടും. അപ്പൊ സംഖ്യകൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് റൂട്ട് 5/2 ഓർ 1 മൈനസ് റൂട്ട് 5/2. ഓക്കെ.